ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ആ നേർത്ത ഞരമ്പ് ചിക്കൻ സ്നേക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരി ഇടനാഴി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. വർഷങ്ങളായി ശത്രു രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ചൈന, കണ്ണും നട്ടും നോക്കിയിരിക്കുന്ന നമ്മുടെ ഈ തന്ത്രപ്രധാനമായ മേഖലയ്ക്ക് ഇനി കാവലായി മോദി സർക്കാരിന്റെ ഉരുക്കുമതിൽ വരുന്നു. അതിർത്തിയിലെ ഏത് യുദ്ധ സാഹചര്യത്തെയും നേരിടാൻ ശത്രുവിന്റെ കണ്ണുകൾക്ക് പോലും പിടികൊടുക്കാത്ത വിധം മണ്ണിനടിയിലൂടെ ഒരു റെയിൽവേ പാത, ഇന്ത്യയുടെ പ്രതിരോധ ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ആ നിർണായക നീക്കത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സിലിഗുരി ഇടനാഴിയിലെ സുരക്ഷാ വെല്ലുവിളികൾക്ക് ശാശ്വത പരിഹാരമെന്നോണമാണ് കേന്ദ്ര സർക്കാർ അതീവ തന്ത്രപ്രധാനമായിട്ടുള്ള ഈ ഭൂഗർഭ റെയിൽവേ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മുന്നോട്ട് വെച്ച ഈ പദ്ധതി പ്രകാരം ഏകദേശം 40 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു പുതിയ റെയിൽവേ ഇടനാഴിയാണ് നിർമ്മിക്കപ്പെടുക. ഇതിൽ ഏറ്റവും പ്രധാനം പശ്ചിമ ബംഗാളിലെ ടിൻ മൈൽ ഹാട്ടിനും രംഗപാണിക്കും ഇടയിലുള്ള 22 കിലോമീറ്റർ ദൂരം പൂർണ്ണമായും മണ്ണിനടിയിലൂടെയായിരിക്കും എന്നതാണ്. സാധാരണഗതിയിൽ തുരങ്കപാതകൾ മലമ്പ്രദേശങ്ങളിലാണ് കാണാറുള്ളതെങ്കിൽ ഇവിടെ സമതല പ്രദേശത്തിന് 20 മുതൽ 25 മീറ്റർ വരെ താഴെയായാണ് ഈ പാത നിർമ്മിക്കുന്നത്. ഇതാണ് ഈ പദ്ധതിയുടെ മാസ്റ്റർ സ്ട്രോക്ക്. ഉപരിതലത്തിൽ എന്ത് സംഭവിച്ചാലും, അതൊരു പ്രകൃതി ദുരന്തമായാൽ പോലും, അല്ലെങ്കിൽ ശത്രുവിന്റെ വ്യോമാക്രമണമായാലും, എന്തു തന്നെയായാലും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലേക്കുള്ള സൈനിക അവശ്യ സാധന നീക്കം തടസ്സപ്പെടില്ല എന്ന് ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇതിനെ വിശേഷിപ്പിച്ചത് കേവലമൊരു റെയിൽവേ പദ്ധതി എന്നല്ല, മറിച്ച് ഇന്ത്യയുടെ തന്ത്രപരമായ വലിയ മുന്നേറ്റം, സ്ട്രാറ്റജിക് അഡ്വാൻസ്മെന്റ് എന്നാണ്. എന്തുകൊണ്ടാണ് ഈ പദ്ധതിക്ക് ഇത്രയേറെ അടിയന്തര പ്രാധാന്യം നൽകുന്നത്? ഇന്ത്യയുടെ ഭൂപടം ഒന്ന് ശ്രദ്ധിച്ചാൽ അത് വ്യക്തമാകും. സിലിഗുരി ഇടനാഴിക്ക് ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് വെറും 20 മുതൽ 25 കിലോമീറ്റർ വരെ മാത്രമേ വീതിയുള്ളൂ. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശം ചൈനയുമായി വളരെ അടുത്താണ്. വർഷങ്ങളായി പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൗമരാഷ്ട്രീയ ദൗർബല്യമാണിത്. ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ശത്രുക്കൾ ആദ്യം ലക്ഷ്യമിടുക ഈ ചിക്കൻ സ്നേക്ക് തകർത്ത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് ഒറ്റപ്പെടുത്താനായിരിക്കും. ഈ ഭീഷണിയെ എന്നേക്കുമായി ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. ഇതൊരു ഒറ്റപ്പെട്ട നീക്കമല്ല. അതിർത്തിയിലെ ചലനാത്മകതയും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന പ്രകോപനങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് സിലിഗുരിയിലെ നിലവിലുള്ള ഉപരിതല റെയിൽവേ ലൈനുകൾ 4 ട്രാക്കുകളായി വികസിപ്പിക്കാനും കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ ഭാഗമായി വടക്ക് കിഴക്കൻ മേഖലയുടെ സാമ്പത്തികവും തന്ത്രപരവുമായ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പഴയ രീതിയിലുള്ള ഗതാഗത സംവിധാനങ്ങൾ മാത്രം പോരാ എന്ന തിരിച്ചറിവാണ് സർക്കാരിനുള്ളത്. ഭൂഗർഭപാത വരുന്നതോടെ ഉപരിതല ഗതാഗതം തടസ്സപ്പെട്ടാലും മണ്ണിനടിയിലൂടെയുള്ള ഈ ഒരു സുരക്ഷിത പാത, ആ ഒരു പാത വഴി സൈന്യത്തിനും ആയുധങ്ങൾക്കും റേഷൻ സാമഗ്രികൾക്കും നിർബാധം വടക്ക് കിഴക്കൻ അതിർത്തികളിലേക്ക് എത്താൻ സാധിക്കും. ബാഹ്യശക്തികളുടെ ഭീഷണികളെ മുൻകൂട്ടി കണ്ട് രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഈ പദ്ധതി വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ സിലിഗുരിയിലെ ഈ ഒരു ഭൂഗർഭ പാത വെറുമൊരു വികസന പദ്ധതിയല്ല, അത് ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കുള്ള കാവലാണ്. അതിർത്തിയിൽ കണ്ണുവയ്ക്കുന്ന ശത്രുക്കൾക്ക് ഇന്ത്യ നൽകുന്ന ശക്തമായ താക്കീത് കൂടിയാണിത്. ഞങ്ങളുടെ അതിർത്തികൾ സുരക്ഷിതമാണ്, അത് തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനം. വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ ലൈഫ് ലൈൻ ഇനി ആർക്കും മുറിച്ചു മാറ്റാനാവില്ല. ജയ് ഹിന്ദ്.